ഹേ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡേ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് സംഭവം എന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഇന്നലെ വന്ന ആൽബം, ക്ലയൻറ്റിൻ്റെ വെഡിങ് ആൽബം ഒന്ന് ഡെലിവറി ചെയ്യണം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും പ്ലാൻഡ് അല്ല, ബട്ട് നമുക്കത് വ്ളോഗിൽ കാണാം. നമ്മളെ കാവ്യ എത്തിയിട്ടുണ്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും വെള്ളം വിളിപ്പുള്ളൂ മാച്ച് ആക്കിയിട്ട് വെള്ളം എടുത്ത ദിവസം മാത്രമേ വെച്ചുള്ളേ. നല്ലതാ. വാ നമ്മളിപ്പോൾ ഓഫീസിൽ ചെറിയൊരു ടീ ടൈം ഉണ്ട്. അപ്പം അതിന് സ്നാക്സ് വാങ്ങിയിട്ട് വന്നേക്കാണ്. സ്നാക്സ് വാങ്ങിയിട്ട് വന്നേക്കാണ്. എന്താണ് ചായക്കുള്ള സ്നാക്സ് ഒക്കെ വാങ്ങി ഇപ്പോൾ നേരെ ഓഫീസിലോട്ട് പോകണം. കാവ്യ നമുക്ക് കുറേ ബ്ലോഗിങ് ടിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ എന്താ പറഞ്ഞേ? ഇമ്പ്രൂവ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് കൂട്ടിയാൽ മതി. നമ്മളങ്ങനെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്, താഴത്തേക്ക്. ഇനിയിപ്പം മേളിലേക്ക് പോകണം. ആ വ്ളോഗിൻ്റെ ഒരു ഒഴുക്കിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താ പറയുക, പോരായ്മകളൊക്കെ ഉണ്ടാവും. വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഫ്ലോയിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം കുറച്ചൊന്നൊരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഓഫീസിലേക്ക് പോകാം. ആക്ച്വലി നമ്മളിന്ന് ഋഷിനോട് നമ്മൾ കാലിക്കറ്റ് വർക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരോട് ഇന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം അത് എന്താണ് അവൻ്റെ റിയാക്ഷൻ നോക്കാമല്ലോ നമുക്ക്. പിന്നെ നമ്മൾ വരില്ല എന്ന് നമ്മൾ വിചാരിച്ചു നിൽക്കുന്നത്, പക്ഷെ നമ്മളെ കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. പിന്നെ ഋഷിനോട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ക്ലയൻറ്റ് വരും, അവരാ ചായ വെച്ച് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര ടെൻഷനിലൊക്കെയാണ്. നമ്മളാണ് അതെന്ന് പറയുമ്പോൾ അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കി നോക്കാം. അവന് വലിയ റിയാക്ഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ലല്ലേ. കാരണം വെച്ചാൽ മുന്നേ നമ്മളൊരു സർപ്രൈസ് കൊടുത്തിരുന്നു അല്ലേ, കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നിട്ട്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വരും എന്ന് പറഞ്ഞു, പക്ഷേ പെട്ടെന്ന് വന്ന് അവനെ നന്നായിട്ട് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് അറിയുന്നില്ല, എന്നാലും നോക്കാം. ഇന്ന് ഋഷിയില്ല. അതോ ഇതെന്തോ വളരെ സമാധാനത്തിന് ദിവസം ഇന്നെല്ലാവരും അൺഎക്സ്പെക്റ്റഡ്ലി ഹാപ്പൻ. പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആൽബം ഡെലിവറി ചെയ്യാൻ പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ കയ്യിന്നൊരു ലെൻസ് അവൻ്റെ കയ്യിൽ നിന്ന് വീണിട്ടിട്ട് എന്താ പറയുക ഡാമേജ് ആയിട്ടായിരുന്നു. അപ്പോൾ ആ ലെൻസ് മാറ്റിയിട്ട് പുതിയ ലെൻസ് വാങ്ങി. അപ്പോൾ ആ ലെൻസിന് അവരുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കുണ്ട്, വർക്കല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോട്ട് ഇറങ്ങണം. നമ്മളൊരു മിനി ആൽബം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ പോയി. അപ്പം അതിവിടെ പുള്ളി കൊണ്ടുതരാൻ പറഞ്ഞിട്ട് അപ്പോൾ എടുക്കാൻ വേണ്ടി പോവാം. ഹലോ, കല്യാണപ്പേരും ഓക്കെ. ചെറിയ വ്ളോഗ് ഇടുന്നുണ്ട്. കുഴപ്പമുണ്ടോ? ഓക്കെ. ഏത് ആൽബം അടിപൊളിയാണ്. ഓക്കെ ഓക്കെ. ഇതാണ് നമ്മളെ ക്ലയൻറ്റിൻ്റെ ആൽബം. ഇതിന്ന് ഡെലിവറി ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുള്ള പരിപാടിയിലൊക്കെയാണ്. നമ്മൾ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയുക, കുറച്ച് നല്ലൊരു അടിപൊളി ക്ലയൻറ്റ് ആയിട്ടുണ്ട് അഞ്ജിത്ത് ആൻഡ് മേരിയ. അപ്പോൾ നമ്മൾ ആൽബം ഡെലിവറി ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്കൊരു ഫോൺ വേണ്ട, വിവോൻ്റെ T4X എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തൊരു കവർ വാങ്ങണം. അപ്പോൾ അതിനിടയിലോട്ട് പോകണം. എന്നിട്ടായിരിക്കും നേരെ ആൽബം ഡെലിവറി ചെയ്യാനായിട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഒലാമ്പത്തിൽ നിന്ന് കവർ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കവറുണ്ട് നോക്കാം. വിവോ T4Xൻ്റെ എന്താ, പിന്നെ മൊബൈൽ കവർ
ഇതിൻ്റെ പൗച്ച് ടൈപ്പാണ്. ആ ലേഡീസിന് യൂസ് ചെയ്യണം. കണ്ണൂരിൽ തന്നെ ബെസ്റ്റ് പ്രൈസിന് മൊബൈൽ കവറും അതുപോലെ തന്നെ ആക്സസറീസും കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇതാണ് കളേഴ്സ്. ഞാൻ ബ്ലൂ എടുക്കാമല്ലോ. നമ്മളെ ഈ കവർ അങ്ങോട്ട് ഫിക്സ് ആക്കി വെക്കാം. ഓക്കെ, അതിനുള്ള നമ്മൾ മൊബൈൽ കവർ കാര്യങ്ങളൊക്കെ എടുത്തു. ഇപ്പം നേരെ ആൽബം ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീപുരം ഭാഗത്തേക്ക് പോകാം. ഇത് നമ്മളപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആൽബം ഡെലിവറി ചെയ്യാനിപ്പം ക്ലയൻറ്റ് ഇവിടെ ഇല്ല, ക്ലയൻറ്റിൻ്റെ അമ്മയായിരിക്കും ആൽബം റിസീവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അവരുടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അജിത് പറഞ്ഞോ ഇതിൻ്റെ നമ്മൾ അജിത് ആൻഡ് മേരിയാൻ്റെ വെഡിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ആൽബം റിസീവ് ചെയ്യാൻ അമ്മ വന്നിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കാനുണ്ടോ? എന്താ നമ്മൾ വർക്കിനെ പറ്റി പറയാനുണ്ടോ? ഇതിലിപ്പോ എല്ലാം നന്നായിട്ടുണ്ട്. എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞേ. നല്ല കല്യാണം, നല്ല ഫുഡ്, നല്ല മറ്റേ ഇവിടുത്തെ മർമരയില് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി. പറഞ്ഞു കൊടുക്കാം. ഓ ഷുവർ, താങ്ക് യു. അപ്പോൾ ഇതങ്ങനെ ആൽബമൊക്കെ ഡെലിവറി ചെയ്തു. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ക്ലയൻറ്റ്. ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവൻറ്റും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയും റൂം സൈഡ് ഞങ്ങളായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതും അതിലും അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് കണ്ടപ്പോൾ നമ്മളും ഒരുപാട് ഹാപ്പിയായി. കാരണം കംപ്ലീറ്റ് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്യിപ്പിച്ച കാര്യങ്ങൾ ഞങ്ങൾക്ക് എന്താ പറയുക, അത് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഇവൻറ്റോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയോ സ്റ്റേജ് ഡെക്കറേഷൻസോ ഇവൻറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കസിൻസിനോ അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഷെയർ ചെയ്യുക, കൂടെ ഉണ്ടാവണം. നിങ്ങളാണ് നമ്മുടെ ബലം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.